ഞങ്ങൾക്കിന്ന് കറിക്ക് ചാളയാണ് കിട്ടിയത്. പിന്നെ മോനുള്ളത് കൊണ്ട് സ്പെഷ്യലായിട്ട് കണവയും കൂടി വാങ്ങി. അവൻ വല്ലപ്പോഴുമാണ് വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നത്. മാത്രമല്ല അവന് ഈ കണവ, കൊഞ്ച്, ഞണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ എന്ന് കരുതി 1/2 കിലോ അതും കൂടി അങ്ങ് വാങ്ങിച്ച്. അങ്ങനെ മീനെല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളവും അടുപ്പത്തിട്ട് പിന്നെ കറിയും വെക്കാനായിട്ട് നിന്നേ. അങ്ങനെ എണ്ണയിൽ ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റി പൊടിയും എല്ലാം വഴറ്റിയതിന് ശേഷം കുടംപുളിയും ഉപ്പും പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് കറി അങ്ങ് തിളയ്ക്കാനായിട്ട് വെച്ചു. അതിനുശേഷം അരി അടുപ്പത്തിട്ട് തോരനുള്ള പയർ അരിഞ്ഞെടുത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയെല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മീനും ഇട്ട് വേവിച്ചിറക്കാം. അപ്പം കണവ ഞാൻ റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി എല്ലാ മസാലയൊക്കെ ചേർത്ത് താളിച്ചങ്ങ് അടുപ്പിലാക്കി. ആവിയൊക്കെ വന്ന് അടപ്പ് തുറന്നപ്പോഴത്തേക്ക് നല്ല വെള്ളമുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ആ വെള്ളത്തിൽ ഇത് വെന്ത് ഡ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കണവ റോസ്റ്റ്. പിന്നെ കണവയിലും ചാളയിലും എല്ലാം നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു. അതെല്ലാം വേറെ വേറെ വേവിച്ചെടുത്തേ. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് 2 ചാളയും മീനും കൂടെ ഫ്രൈ ആക്കി. പിന്നെ ഞാൻ ഇന്നലെ ഒരു ചക്ക പുഴുങ്ങിയതിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ല. അതിൻ്റെ ബാക്കി കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അതും കുരുവും എല്ലാം ചേർത്ത് ഞാൻ ഉടയ്ക്കാമെന്ന് കരുതി അതും അങ്ങ് അടുപ്പിലാക്കി. കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരപ്പും കൂടിയിട്ട് ഉടച്ചിറക്കി. അങ്ങനെ ഇതെല്ലാം കൂട്ടി ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബായ്.